ശ്രദ്ധേയമായ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം? 6 കാര്യമല്ല 60 കാര്യം ചോദിക്കാം ദൈവത്തോട്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വചനത്തിൽ നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും, അടുത്ത ആഴ്ച അത് എപ്പോഴും ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്, അപ്പം ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ PR കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളമടിക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കും ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, പക്ഷേ എന്താ പ്രശ്നം? വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂറ്റി നിലനിൽക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നൽകണത്. എന്താണ്? ഓരോ തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും ഇല്ലേ? പത്രം കൊടുക്കാൻ പറയും, രോഗികളെ പോയി കാണാൻ പറയും. അതെന്തിനാണ് ഗൃഹപാഠങ്ങൾ നൽകണത്? അതെന്നെ എല്ലാം ഉദ്ദേശം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും. അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല. കാരണം നിങ്ങളുടെ IELTS-നോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനോ ഉള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയല്ല. പലർക്കും പറഞ്ഞ അബദ്ധം അവിടെയാണ്. അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാനിങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം? അവർക്ക് PR കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം, അതിനു വേണ്ടി അവർ ചെയ്യണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും. അപ്പോഴേ ഡ്രൈ വരും. എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണം? വ്യക്തിബന്ധിയായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റുവരാൻ സാധ്യതയുള്ള അതിനാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനയാണ് ഇതെല്ലാം എങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന. അതാണ് വിഷയം. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോഴേ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത്? എന്നെ സ്നേഹിക്കുന്നവനാണ്. യോഹന്നാൻ 14:23 ഇതിന്റെ ഫണ്ടമെന്റൽ വചനമാണ്. എന്താ കാര്യം പറഞ്ഞേ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്ത്തില്ലേ, ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധിയായിട്ടല്ല. ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ് വേണ്ടത്. അതാണ് വിഷയം. അതെപ്പോഴും ഓർത്തേക്കണം കേട്ടോ. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫർ ലെറ്റർ വന്നാൽ എന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത്
ഞാനീ ചെയ്യണത് ഔട്ട് ഓഫ് ലവ് ആണോ, ദൈവസ്നേഹത്തോടെയാണോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവസ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹം വരണത് വൈ ദ വെരി പ്രസൻസ് ആയിട്ടാണ് വരണത്. ഇപ്പം നിങ്ങൾക്ക് മഴവില്ല് കാണണം, നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത്? അതെല്ലാം, പക്ഷെ അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ്. അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ്. ജോൺ പോൾ മാർപ്പാപ്പ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ? അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ രീതിയിലുള്ള ഓരോ പ്രസൻസാണ്. പക്ഷേ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ്? അതായത് ആ 14:26 തന്നെ അതിൻ്റെ വചനം. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി എൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പ്രസൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവില്ല് കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യും. ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം. ആ വചനം ഒന്നിട്ട് വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത്, നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഒരു വഴിപിരിയൽ വരണത്. അവിടെ വെച്ച് വഴിപിരിയും. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാച കയ്യെ പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. പിടിയിട്ടില്ലേ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ദൈവത്തെയും മാമോനെയും. ശ്രദ്ധിക്കട്ടെ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ കിടക്കണ ചട്ടിക്കലോ പ്രശ്നം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്കി നിങ്ങളെ കാര്യങ്ങൾ പറയണമെന്നില്ല. കറക്റ്റ് ഡയറക്റ്റാണ്. ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. കർത്താവ് പച്ചക്ക് കാര്യം പറഞ്ഞൊക്കെയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക. 2 അധികാര സാധ്യതയില്ല. നിങ്ങൾ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിനകത്ത് വേറെ ചാൻസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ബോധം ഉണ്ടാകണം. ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമാണ്. എന്താ കാര്യം? അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ്. നോ ഡൗട്ട്. ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത്. അതാണ് എൻ്റെ വിഷയം. ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത്. നിന്റെ പാപത്തിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യോഹന്നാൻ 8:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. സിറ്റുവേഷൻ യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ മരണമാണ്. അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട്. എന്താ കാര്യം? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത്.
അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ABCD പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ പാപത്തിന് നീ മരിക്കേണ്ടതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല, ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പം നിൻ്റെ പാപത്തിന് നീ നിത്യമായി മരിക്കേണ്ട സാധ്യതയ്ക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയിട്ടുണ്ട്. ഇപ്പം സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെക്കും. കപ്പലുകാരെല്ലാം തിരിച്ചു പോകും. കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മൾ കടലിലൂടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ്. കടൽ പിശാചുക്കൾ കൊന്നുകളെയും പിടിച്ച്. അതുകൊണ്ടാണ് നോ മോർ ബിയോണ്ട്, ഇനി പോകരുതെന്ന് എഴുതും. ഇപ്പോൾ കൊളംബസ് ആണ് ആ മലയും നോ മോർ ബിയോണ്ട്, ഇനി മുന്നോട്ട് പോകരുത് എഴുതിയിട്ടും പുള്ളിയുടെ പാക്കപ്പൽ പുള്ളി ഓടിച്ചുപോയി അമേരിക്ക കണ്ടുപിടിച്ച്. ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞ്. എന്താ കളഞ്ഞത്? എന്നിട്ട് അപ്പം എന്താ ബിയോണ്ട്, മോർ ബിയോണ്ട്, ഇനിയും പോകാമെന്ന്. ഇതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തുവിൻ്റെ കാലം വരെ മനുഷ്യൻ മരണത്തോട് തീരുകയാണ്. ക്രിസ്തുവിൻ്റെ കാലം മരണത്തിൽ ജയിച്ച് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നോ മോർ ബിയോണ്ടിനെ നോ പോയി, മോർ ബിയോണ്ടായി. ജീവൻ്റെ ഈ ഭൂമിയുടെ ജീവിതത്തിന് ശേഷവും ജീവിതമുണ്ട്. അതാണ് അവൻ ജീവനെ പുനരുദ്ധരിച്ചു എന്ന് പറയണത്. ആ ജീവനെ പുനരുദ്ധരിച്ചു. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായ ആദ്യ രുചികളാണ് നമ്മൾ അനുഭവിക്കുന്ന ആദ്യ രുചികളില്ലേ. ഞാൻ ഈ ഉടമ്പടിയിലെ നിങ്ങളുടെ എല്ലാ ഭൗതിക സാക്ഷ്യങ്ങളെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറയും. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേസ്റ്റ്. എന്താണ് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യ രുചികൾ നിത്യതയുടെ മുന്നാസ്വാദനം വെച്ചുള്ള ആദ്യ രുചികളാണ് അനുഭവിക്കുന്നത്. അപ്പം ചിലർക്ക് നല്ല ആഴമായ ദൈവ സ്നേഹം കിട്ടും. അവർ പിന്നെയും മുന്നോട്ട് പോകും. ക്രിസ്തുവിൻ്റെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആണ് പിന്നീട് നിത്യജീവനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ തിരുവുദ്ധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഈശോ ഇതിലൂടെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ വചനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വേണം. നിങ്ങൾക്കറിയാവില്ലേ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നും പറഞ്ഞാണ് ചില ആൾക്കാർ പരീക്ഷ എഴുതണത്. പക്ഷെ ചിലർ പരീക്ഷ എഴുതുന്നത് അങ്ങനെയല്ല. അവർക്ക് ആദ്യത്തെ 10 റാങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റണമെന്ന് എഴുതത്തുള്ളൂ. അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. ചിലർ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പൊടികോരി തിന്നാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലുള്ള കാര്യം നടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം നിങ്ങൾക്ക്. പക്ഷെ അതേസമയം തന്നെ ആദ്യത്തെ 10 റാങ്കിൽ ഒരാളായിട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം. അത് സാന്നിധ്യത്തിൻ്റെതാണ്. ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞ് മുകളിലോട്ട് വരണതെല്ലാം എൻ്റെ റാങ്ക് സാന്നിധ്യത്തിൻ്റെതാണ്. നിങ്ങളെന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉടമ്പടി എടുക്കണം. പറഞ്ഞ മനസ്സിലായ? അല്ലാതെ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണം, ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഓവർ പ്രാധാന്യം കൊടുക്കരുത്. അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നടക്കും ഉടമ്പടിക്കാലത്ത്. നിങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾക്ക് സാന്നിധ്യം വേണമെന്ന് പറയണം. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്, നമുക്ക് സ്കീമിലുള്ളതല്ലേ. ഇപ്പം ഞങ്ങൾക്ക് വീട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ പഞ്ചായത്തുകാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കൂ. പക്ഷേ 300 ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. ലൈഫ് മിഷൻ്റെ 300 ആപ്ലിക്കേഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും നിങ്ങൾ വെക്കൂ. ഞങ്ങൾ വീടൊക്കെ വന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അടുത്ത ഗഡുവിന് പരിഗണിക്കാം. എന്നാൽ അവർ പരിഗണിക്കാം എന്ന് പറയാൻ കാര്യം സ്കീമുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ പറയാം ലൈഫ് മിഷൻ്റെ വീട് പോയി, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിതാൽ മതി, ഓടിൻ്റെ വീടാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് വാർത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓടിട്ട വീട് ഓട് മാറ്റിയിട്ട് വാർക്കുന്ന സ്കീമില്ലെന്ന് പറയും.
അപ്പോൾ പറയാം, അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി വഴി ചേച്ചി എപ്പോഴും കയറി ഇറങ്ങണ്ട, അത് മൊത്തം പൊളിച്ച് മാറ്റി, എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ഈ ആപ്ലിക്കേഷൻ വെക്കാൻ പറയും, അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീട് കിട്ടുമല്ല, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അത് സ്കീമിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളത് വാഗ്ദാനങ്ങളെല്ലാം സ്കീമുകളാണ്. പ്രസൻസ് എന്ന് പറഞ്ഞ സ്കീമാണ്, ഓൾറെഡി ഉള്ളതാണ്. ഉള്ള കാര്യം നമുക്ക് ചോദിക്കാം, ഇല്ലാത്ത കാര്യം ചോദിക്കാതിരുന്നാൽ മതി. ഉള്ള കാര്യം ചോദിക്കാം, അത് സ്കീമിലുള്ളതാണ്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ അപ്പോൾ സ്കീമിലുള്ളതാണത്. അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം? കർത്താവ്, ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്, മാളെ കെട്ടിക്കണം, തന്നെയല്ല മറ്റേ ആ ഇംഗ്ലണ്ടിൽ പോയ കൊച്ചിൻ്റെ ജോലി രണ്ടാമത് വിസ പുതുക്കി കിട്ടണില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് നിന്നെ കാണണം, അതാണ് വിഷയം. അപ്പോസ്തലന്മാരൊക്കെ ആദ്യം വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത്. എന്നുവെച്ചാൽ ഈശോയോട് ചോദിച്ചേ, റബ്ബി വേറെ ആർ യു ലിവിങ്? ഒയ്യോ ഭയങ്കര, അതായത് വേറെ ആർ യു ലിവിങ്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത്. പക്ഷെ അവർ ഉത്തരം പറയണത് ആരെ അന്വേഷിക്കുന്നു എന്നതിനാണ്. അവിടെ ഭയങ്കര ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത് കർത്താവ്. അപ്പോൾ പറയും, ഞാൻ എൻ്റെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ കർത്താവും ചോദിക്കണത്, നിങ്ങൾ വല്ല എൻ്റെ പുറകെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആനുകൂല്യങ്ങളാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആനുകൂല്യങ്ങളല്ല, വി വണ്ട് ടു നോ ദാറ്റ് വെയർ യു ആർ ലിവിങ്. നീ എവിടെ താമസിക്കുന്നു എന്നറിയണം, വചനത്തിൻ്റെ കൂടെ എവിടെയാണെന്ന് അറിയണം. അയ്യോ, എന്നാ ചോദ്യമാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ, എന്നാ ഉത്തരവാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ കർത്താവ് ചോദിക്കണം, നിങ്ങൾ എന്താണ് അന്വേഷിക്കണതെന്നാണ്. പരീക്ഷയ്ക്ക് വിജയമാണോ, വസ്തു വിൽക്കാനാണോ, വിഷയങ്ങളാണോ അന്വേഷിക്കണത് എന്ന് പറയുമ്പോൾ ആണെന്നല്ല അവർ പറയണത്. അവർ പറയുന്നത് എന്താണ്? വിഷയങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം, വ്യക്തിയാണ്. നീ ആണ് ഞങ്ങളുടെ പ്രശ്നം, നീ എവിടെ താമസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. എവിടെ താമസിക്കുന്നു വെച്ചാൽ കർത്താവിൻ്റെ കൂടെ താമസിക്കാനൊരു കാലമാണ് ഈ ഉടമ്പടി കാലം എന്ന് പറയണത്. ഇത് അവസാനം വരെ ഈ ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടാളക്കാർ വരുമ്പോൾ കർത്താവ് ചോദിക്കും, അവിടെ ചോദിക്കണത് നിങ്ങൾ എന്ത് അന്വേഷിക്കണം എന്നല്ല ചോദിക്കണത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താണ്? അവർ ചോദിക്കേണ്ട ആൾ വ്യക്തിയാണ്, വ്യക്തിയുടെ ആനുകൂല്യങ്ങളല്ല. അവർ ചോദിക്കേണ്ട ആളാരാണ്? വ്യക്തിയാണ്. അപ്പോൾ എന്തന്വേഷിക്കുന്നു ചോദിക്കുന്ന ബൈബിള് അവസാനിക്കുന്നത് ആരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയും, ജീസസ് ഓഫ് നാസറത്ത്, ദാറ്റ്സ് മീ. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇനി വേറെ ആരും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട, ആള് ഞാൻ തന്നെയാണെന്ന് പറയും. ദാറ്റ്സ് മീ എന്ന് പറയുമ്പോൾ
ആ വചനത്തിൻ്റെ പവറിൽ യേശുവിനെ പിടിച്ചു കെട്ടാമെന്ന് ഒരു മലന്നടിച്ച് വീണാണ് നമുക്ക് കാണുന്നത്. അതാണ് പവർ ഓഫ് ഗോഡ് എന്ന് പറയണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അഥവാ ദൈവം എന്നിലൂടെ ഇപ്പോൾ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സുവിശേഷത്തിൻ്റെ യാത്രയിൽ ആദ്യം മനുഷ്യൻ ആരംഭിക്കുന്നത് എന്ത് അന്വേഷിക്കുന്നു എന്നും പറഞ്ഞാൽ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? പിന്നീട് ഈശോ അത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ കൈതല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങൾ വിഷയമല്ല അന്വേഷിക്കേണ്ടത്, എന്നെ തന്നെയാണ് പിതാവ് അയച്ച എന്നെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ആരെ അന്വേഷിക്കുന്നു. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികം നമുക്കൊരു പ്രലോഭനം ഉണ്ടാകാം. എന്തന്വേഷിക്കാൻ? ജോലി അന്വേഷിക്കാൻ, വീട് അന്വേഷിക്കാൻ, പ്രമോഷൻ അന്വേഷിക്കാൻ, പെൻഷൻ അന്വേഷിക്കാൻ, PR അന്വേഷിക്കാൻ നമുക്ക് ത്വര ഉണ്ടാകാം. ഈ ത്വരയെ അതിലംഘിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉടമ്പടിയിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും ഉടമ്പടിയുടെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഈ വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ആദ്യത്തെ 10 റാങ്കിലുള്ള ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ടോപ്പ് റാങ്കിലുള്ള വാഗ്ദാനം എന്താണ്? അത് പ്രസൻസാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്താണ്? നിങ്ങൾ എന്നെ, അതാണ് 14:23 വായിച്ചത് അല്ലേ? ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ സാധ്യത, സ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാണ്. ഒന്ന് പറഞ്ഞേ, ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണമുണ്ട്. ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. ആരാണെന്ന് പറയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ. അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണത്. ആരാണെന്ന് പറയാമോ? പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. അറിയൊന്നുമില്ല. സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. എനിക്ക് തോന്നിയിരിക്കണത്, ഈ ദിവസങ്ങളിൽ പീഡാനുഭവ ധ്യാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന്, ഇതിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ വന്നൊരാളാണ് ഈ മൂത്ത പുത്രൻ. ദൈവം എപ്പോഴും, ഞാൻ ഈ അച്ഛനായ കാലം മുതലേ ഇളയ പുത്രനോട്, കർത്താവ് ഇങ്ങനെ ഇളയ പുത്രനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സുകാരനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. യഥാർത്ഥ ആള് മൂത്ത പുത്രനാണ്. ദൈവത്തിന് പണ്ട് മൂലമുള്ള ഒരു എന്താണ്, ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏറ്റവും നല്ല സംഭവത്തിനെ മൂടിക്കളയും. അത് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും. രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് പറയും? അത് കുഴിച്ചിട്ടിരിക്കുകയാണ്, കുഴിമാന്തി എടുക്കാൻ പറയും. മാന്തി എടുത്താൽ മാത്രം പോരാ, കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും. അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആകൃതമാക്കിയിട്ട് കുപ്പയിലും കുഴിയിലും ഒക്കെ വെച്ച് കളയും. അതിൽപോലെ കർത്താവ് കുപ്പയിൽ വെച്ച ഒരാളാണ് മൂത്ത പുത്രൻ. നമ്മൾ കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളെ. ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദീനാണ് അങ്ങോട്ട് കയറ്റി വെക്കണം. അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിച്ചിട്ട് എന്നാ പറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും, ചില അയ്യോഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും കിട്ടി. എന്താ വെച്ചാൽ കരഞ്ഞ കൂവി കരുണ തോന്നണം എന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടി അലറിക്കാവി കൂവിയ കർത്താവ് ഉടനെ കരുണ കാണിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്.